ഏതാണ്ട് 1930 അമേരിക്കൻ ആസ്ട്രോണമറായ ക്ലൈഡ് ടോംബോ പ്ലൂട്ടോയെ കണ്ടെത്തിയത്. അന്ന് അദ്ദേഹം സൗരയൂഥത്തിലെ മറഞ്ഞിരിക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് എക്സിനുള്ള തിരച്ചിലിനിടയിലായിരുന്നു അവിചാരിതമായി പ്ലൂട്ടോയെ കണ്ടെത്തിയത്. കണ്ടെത്തിയ സമയത്ത് ഇത് പ്ലാനറ്റ് എക്സ് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ പ്ലൂട്ടോയെ കൂടുതൽ നിരീക്ഷിച്ചതോടെ ഇത് പ്ലാനറ്റ് എക്സ് അല്ല, മറിച്ച് സൗരയൂഥത്തിലെ ഒരു കുഞ്ഞൻ 9ാമത്തെ ഗ്രഹമാണെന്ന് മനസ്സിലായി. അന്ന് വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള വിനീഷ ബേണി എന്നൊരു കുട്ടിയായിരുന്നു പ്ലൂട്ടോയ്ക്ക് പ്ലൂട്ടോ എന്ന പേര് സജസ്റ്റ് ചെയ്തത്. പ്ലൂട്ടോയെ കണ്ടുപിടിച്ച് ഏകദേശം 75 വർഷക്കാലം സൗരയൂഥത്തിലെ ഒരു 9ാമത്തെ ഗ്രഹമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്നാൽ 2006 ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഗ്രഹങ്ങളെയും കുള്ളൻ ഗ്രഹങ്ങളെയും വേർതിരിക്കുന്ന 3 നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനുശേഷമാണ് പ്ലൂട്ടോയെ ഗ്രഹം എന്ന സ്ഥാനത്ത് നിന്നും കുള്ളൻ ഗ്രഹം എന്ന സ്ഥാനത്തേക്ക് മാറ്റിയത്. കാരണം പ്ലൂട്ടോയുടെ സവിശേഷതകൾ എടുത്തു നോക്കുമ്പോൾ പ്ലൂട്ടോ ഈ 3 നിയമങ്ങളിൽ ഒരു നിയമം തെറ്റിക്കുന്നുണ്ട്. സോ ഈ 3 നിയമങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഒരു വസ്തു ഗ്രഹമായിരിക്കണമെങ്കിൽ 1 അത് സൂര്യനെ വലം വെക്കുന്നതായിരിക്കണം, 2 അതിന്റെ മാസ് കാരണം അതിന് കൃത്യമായ ഒരു ഗോളാകൃതി ഉണ്ടായിരിക്കണം. സോ ഈ 2 നിയമങ്ങൾ പ്ലൂട്ടോ കൃത്യമായി പാലിക്കുന്നുണ്ട്. എന്നാൽ ഇനി പറയാൻ പോകുന്ന നിയമമാണ് പ്ലൂട്ടോ തെറ്റിക്കുന്നത്. അതായത് ആ വസ്തു സൂര്യനെ വലം വെക്കുന്ന പാതയിൽ മറ്റൊരു വസ്തുക്കളും സൂര്യനെ വലം വെക്കാൻ പാടില്ല. എന്നാൽ പ്ലൂട്ടോയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പ്ലൂട്ടോയുടെ ഓർബിറ്റൽ പാത്തിലൂടെ നിരവധി വസ്തുക്കളാണ് സൂര്യനെ വലം വെക്കുന്നത്. അതിന്റെ പ്രധാന കാരണം പ്ലൂട്ടോ കൈപ്പർ ബെൽറ്റിലൂടെയാണ് സൂര്യനെ വലം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലൂട്ടോയുടെ ഓർബിറ്റൽ പാത്തിലൂടെ നിരവധി ആസ്ട്രോയിഡുകളും മറ്റു കുള്ളൻ ഗ്രഹങ്ങളും കൂടെ സൂര്യനെ വലം വെക്കുന്നുണ്ട്. ഇതുകൂടാതെ പ്ലൂട്ടോയുടെ മറ്റൊരു വിചിത്രമായ പ്രശ്നം എന്തെന്നാൽ പ്ലൂട്ടോ അതിന്റെ ഓർബിറ്റൽ പാത്തിന്റെ ഒരു ഘട്ടത്തിൽ കുറച്ചു കാലത്തേക്ക് നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റൽ പാത്തിലേക്ക് കയറുകയും പിന്നീട് അവിടെ നിന്നും ഇറങ്ങി സ്വന്തം ഓർബിറ്റൽ പാത്തിൽ തുടരുകയും ചെയ്യും. സോ ജസ്റ്റ് ഒരു ഫണ്ണി ടോക്കിൽ പറയുകയാണെങ്കിൽ ഇത് പ്ലൂട്ടോയുടെ മാത്രം ഒരു കയ്യിലിരിപ്പാണ്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് 2006 ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ ഗ്രഹം എന്ന സ്ഥാനത്ത് നിന്നും കുള്ളൻ ഗ്രഹം എന്ന സ്ഥാനത്തേക്ക് മാറ്റിയത്. അന്ന് ശാസ്ത്രജ്ഞർക്കിടയിൽ ഒരുപാട് വാക്ക് തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടായെങ്കിലും ഇന്നും പ്ലൂട്ടോ കുള്ളൻ ഗ്രഹം എന്ന സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. സോ നമ്മൾ പ്ലൂട്ടോയെ കണ്ടെത്തിയ സമയത്ത് അവിടെ ഒരു ചെറിയ ഗ്രഹം ഉണ്ടെന്നല്ലാതെ ആ ഗ്രഹം എങ്ങനെയാണെന്നോ അതിന്റെ സർഫസ് എങ്ങനെയാണെന്നോ നമുക്ക് കൃത്യമായി അറിയില്ലായിരുന്നു. അന്നുണ്ടായിരുന്ന ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നിരന്തരമായി പ്ലൂട്ടോയെ കാണാൻ ശ്രമിച്ചെങ്കിലും പ്ലൂട്ടോ ഭൂമിയിൽ നിന്നും വളരെ ദൂരെ ആയതുകൊണ്ടും വളരെ ചെറിയൊരു ഗ്രഹം ആയതുകൊണ്ടും തന്നെ ഒട്ടും വ്യക്തമല്ലാത്ത ഒരു പ്ലൂട്ടോയെ ആയിരുന്നു അവർക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെയാണ് 2012 ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ പ്ലൂട്ടോയുടെ ഒരു ചിത്രം എടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഗവേഷകർക്ക് നിരാശയായിരുന്നു ഫലം. കാരണം ഹബിൾ ടെലിസ്കോപ്പിനും എടുക്കാൻ സാധിച്ചത് ഒട്ടും വ്യക്തമല്ലാത്ത വളരെ ബ്ലറി ആയിട്ടുള്ള പ്ലൂട്ടോയുടെ ഒരു ചിത്രമായിരുന്നു. എങ്കിലും ആ ചിത്രത്തിൽ വളരെ ക്യൂരിയസ് ആക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഹബിൾ ടെലിസ്കോപ്പ് എടുത്ത പ്ലൂട്ടോയുടെ ചിത്രത്തിൽ ചില ഭാഗങ്ങൾ വളരെ ബ്രൈറ്റ് ആയിട്ടും മറ്റു ചില ഭാഗങ്ങൾ വളരെ ഡാർക്ക് ആയിട്ടുമായിരുന്നു കാണപ്പെട്ടിരുന്നത്. സോ ഇതിൽ നിന്നും കാര്യമായി ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ഇത് നമുക്ക് പ്ലൂട്ടോയ്ക്ക് മേലുള്ള ക്യൂരിയോസിറ്റി വളരെയധികം കൂടാൻ കാരണമായി. എന്നാൽ പ്ലൂട്ടോയുടെ അതിവ്യക്തമായ ഒരു ചിത്രം കാണാൻ നമുക്ക് വീണ്ടും ഒരു 3 വർഷം കൂടെ കാത്തിരിക്കേണ്ടി വന്നു. അതായത് 2015 നാസയുടെ ന്യൂ ഹൊറൈസൺ പേടകം പ്ലൂട്ടോയുടെ അടുത്തെത്തിയപ്പോഴാണ് നമുക്ക് ആദ്യമായി പ്ലൂട്ടോയുടെ അതിവ്യക്തമായ ഒരു ചിത്രം കാണാൻ സാധിച്ചത്. 2006 നാസ ന്യൂ ഹൊറൈസൺ പേടകത്തെ പ്ലൂട്ടോയെ ലക്ഷ്യമാക്കി വിക്ഷേപിക്കുന്നത്. എന്നാൽ വിക്ഷേപിച്ച് നീണ്ട 9 വർഷത്തെ യാത്രയ്ക്ക് ശേഷമാണ് ന്യൂ ഹൊറൈസൺ പേടകം പ്ലൂട്ടോയുടെ അടുത്തെത്തുന്നത്. എന്നാൽ പ്ലൂട്ടോയുടെ അടുത്തെത്തിയ ന്യൂ ഹൊറൈസൺ പേടകം പ്ലൂട്ടോയുടെ നിരവധി ചിത്രങ്ങളാണ് നമുക്ക് എടുത്ത് അയച്ചു തന്നത്. ശരിക്കും നമ്മൾ വിചാരിച്ചതിനേക്കാളും അത്ഭുതപ്പെടുത്തുന്നതും വിസ്മയിപ്പിക്കുന്നതുമായ പ്ലൂട്ടോയുടെ ദൃശ്യങ്ങളായിരുന്നു അന്ന് നമ്മൾ ന്യൂ ഹൊറൈസൺ പേടകത്തിന്റെ ക്യാമറ കണ്ണുകളിലൂടെ കണ്ടത്. സോ പ്ലൂട്ടോയുടെ ഉപരിതലം നമ്മുടെ ഭൂമിയെ പോലെ തന്നെ ധാരാളം മലനിരകളും സമതലങ്ങളും വോൾക്കാനോകളും നിറഞ്ഞതാണ്. എന്നാൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിനെ പോലെ മണ്ണല്ല പ്ലൂട്ടോയുടെ ഉപരിതലത്തിലുള്ളത്. മറിച്ച് തണുത്തുറഞ്ഞു കിടക്കുന്ന നൈട്രജനും മീഥൈനും കാർബൺ മോണോക്സൈഡും കൂടി കലർന്ന ഒരു ഉപരിതലമാണ്. ഇനി ഈ ഒരു ഉപരിതലത്തിന്റെ താപനില എന്ന് പറയുന്നത് -232 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് കൊടും തണുപ്പാണ് പ്ലൂട്ടോയുടെ ഉപരിതലത്തിലുള്ളത്. ഈ ഒരു തണുപ്പ് കാരണം തന്നെയാണ് പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ നൈട്രജനും മീഥൈനും കാർബൺ മോണോക്സൈഡും എല്ലാം തണുത്തുറഞ്ഞു കിടക്കുന്നത്. എന്നാൽ ഗവേഷകരെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം സംഭവിക്കുന്നത് പ്ലൂട്ടോയുടെ സൂര്യനെ ഫേസ് ചെയ്യാത്ത സൂര്യനോട് ഓപ്പോസിറ്റ് ആയി നിൽക്കുന്ന ഭാഗത്തുകൂടെ പറന്നപ്പോഴായിരുന്നു. അതായത് ഈ ഒരു ഭാഗത്ത് നിന്നും ന്യൂ ഹൊറൈസൺ എടുത്ത പ്ലൂട്ടോയുടെ ചിത്രത്തിൽ നിന്നായിരുന്നു പ്ലൂട്ടോയ്ക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള കാര്യം നമുക്ക് മനസ്സിലായത്. പ്ലൂട്ടോ ഒരു ചെറിയ ഗ്രഹമാണെങ്കിൽ പോലും പ്ലൂട്ടോയ്ക്കും ഒരു ചെറിയ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ന്യൂ ഹൊറൈസൺ പേടകം പകർത്തിയ പ്ലൂട്ടോയുടെ ആ അറ്റ്മോസ്ഫിയറിന്റെ ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഭൂമിയെ പോലെ വളരെ കട്ടിയേറിയ ഒരു അറ്റ്മോസ്ഫിയർ അല്ല പ്ലൂട്ടോയുടേത്. മറിച്ച് വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. കൂടുതലായും നൈട്രജനും മീഥൈനുമാണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഭാഗമാണ് ടോംബോ റീജിയോ. അതായത്
ഏതാണ്ട് ഒരു മനുഷ്യ ഹൃദയത്തോട് സമാനമായിട്ടുള്ള പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ ഒരു സമതലമായി കിടക്കുന്ന ഭാഗമാണിത്. ഏതാണ്ട് ഒരു മനുഷ്യ ഹൃദയത്തോട് സമാനമായി തോന്നുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ ദി ഹാർട്ട് ഓഫ് പ്ലൂട്ടോ എന്നും വിളിക്കാറുണ്ട്. ഇതുകൂടാതെ പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ നമ്മുടെ ഭൂമിയിലെ പോലെ ധാരാളം വോൾക്കാനോകൾ കാണാൻ സാധിക്കും. എന്നാൽ ഈ വോൾക്കാനോകൾക്ക് നമ്മുടെ ഭൂമിയിലെ വോൾക്കാനോകളിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തെന്നാൽ നമ്മുടെ ഭൂമിയിലെ വോൾക്കാനോകളിൽ നിന്നും ചൂടുള്ള ലാവകളാണ് പുറത്തു വരുന്നത്. എന്നാൽ പ്ലൂട്ടോയിലെ ഈ വോൾക്കാനോകളിൽ നിന്നും പൊട്ടിത്തെറിക്കുമ്പോൾ ഐസ് കഷ്ണങ്ങളാണ് പുറത്തു വരുന്നത്. പ്രധാനമായും ജലം, മീഥേൻ, അമോണിയ തുടങ്ങിയവയാണ് പ്ലൂട്ടോയിലെ വോൾക്കാനോകളിൽ നിന്നും ഐസായി പുറന്തള്ളപ്പെടുന്നത്. സോ പ്ലൂട്ടോ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിയേക്കാളും ഒരുപാട് ചെറുതാണെങ്കിലും പ്ലൂട്ടോയ്ക്ക് നമ്മുടെ ഭൂമിയേക്കാളും കൂടുതൽ ഉപഗ്രഹങ്ങളുണ്ട്. ഏതാണ്ട് 5 ഉപഗ്രഹങ്ങളാണ് നിലവിൽ പ്ലൂട്ടോയ്ക്കുള്ളത്. ഷാരോൺ, നിക്സ്, ഹൈഡ്ര, കെർബറോസ്, സ്റ്റിക്സ് എന്നിങ്ങനെയാണ് ആ 5 ഉപഗ്രഹങ്ങളുടെ പേര്. ഇതിൽ ഷാരോൺ ഒഴികെ ബാക്കി 4 ഉപഗ്രഹങ്ങൾ പ്ലൂട്ടോയേക്കാളും വളരെ ചെറിയ ഉപഗ്രഹങ്ങളാണ്. എന്നാൽ ഷാരോണിന് പ്ലൂട്ടോയേക്കാളും ശേഖരം വലുപ്പം കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഷാരോൺ പ്ലൂട്ടോയെ വലം വെക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് പ്ലൂട്ടോയും ഷാരോണും കൂടെ അവയ്ക്കിടയിലെ ഒരു ഭാഗത്തെ കേന്ദ്രബിന്ദുവാക്കി പരസ്പരം വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പ്ലൂട്ടോയെ ഡോർഫ് പ്ലാനറ്റിന് പുറമെ പ്ലൂട്ടോയെയും ഷാരോണിനെയും ചേർത്ത് ഒരു ബൈനറി പ്ലാനറ്ററി സിസ്റ്റമായും കണക്കാക്കാറുണ്ട്. ഇനി പ്ലൂട്ടോയെ ഡോർഫ് പ്ലാനറ്റിൽ നിന്നും ബൈനറി പ്ലാനറ്റിലേക്ക് സ്ഥാനമാറ്റം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൗരയൂഥത്തിലെ ആദ്യത്തെ ബൈനറി പ്ലാനറ്ററി സിസ്റ്റം എന്ന വിശേഷണം പ്ലൂട്ടോയ്ക്കും ഷാരോണിനും ലഭിക്കും. ഇനി പ്ലൂട്ടോയുടെ മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ അത് പ്ലൂട്ടോയുടെ ഓർബിറ്റൽ പീരിയഡ് ആണ്. ഏതാണ്ട് ഭൂമിയിലെ 248 വർഷങ്ങളാണ് പ്ലൂട്ടോയ്ക്ക് ഒരു തവണ സൂര്യനെ വലം വെക്കാൻ എടുക്കുന്നത്. അതായത് പ്ലൂട്ടോയിൽ ഒരു വർഷമാകുമ്പോഴേക്കും ഭൂമിയിൽ 248ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. സോ ഇതിൽ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ നമ്മൾ പ്ലൂട്ടോയെ കണ്ടെത്തിയതിനു ശേഷം ഇന്നേ വരേക്കും പ്ലൂട്ടോയിൽ ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല. ഏതാണ്ട് 95 വർഷങ്ങൾ മാത്രമേ നമ്മൾ പ്ലൂട്ടോയെ കണ്ടെത്തിയിട്ടായിട്ടുള്ളൂ. സോ ഈ വരുന്ന 2178 നമ്മൾ കണ്ടെത്തിയതിനു ശേഷം ആദ്യമായി പ്ലൂട്ടോയിൽ ഒരു വർഷം തികയുന്നത്. ഒന്നോർക്കുക, ഈ 2025 നിന്നും 153 വർഷങ്ങളുണ്ട് 2178 നമ്മുടെ ജീവിതത്തിലൊന്നും പ്ലൂട്ടോയുടെ ആദ്യ വർഷം തികയുന്ന ആ ഒരു ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ പ്ലൂട്ടോയും അതിനപ്പുറത്തുള്ള സൗരയൂഥത്തിലെ ഭാഗങ്ങളും ഇന്നും മനുഷ്യർക്ക് കൗതുകമുള്ളതും എന്നാൽ നിഗൂഢത നിറഞ്ഞതുമാണ്. എന്നാൽ അതെല്ലാം ഭാവിയിൽ നമുക്ക് അറിയുവാനും പഠിക്കുവാനും സാധിച്ചേക്കാം. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.